ആർക്കും തോൽക്കാതെ ഇങ്ങനെ കാഞ്ഞു പിടിച്ചാലും ഒരു തരത്തിലും ജയം സ്വപ്നം കാണാൻ കഴിയാത്ത ഇടതുപക്ഷത്തിന്റെ ഒരു കൊടുംകോട്ടയിൽ കരുത്തനായ EM ജോർജാണ് CPM സ്ഥാനാർത്ഥി. 7288 വോട്ടുകൾക്ക് അസാധ്യമെന്ന് കരുതിയതിനെ സാധ്യമാക്കി തുടങ്ങി പരാജയമറിയാതെ ആണ്ടുകൾ നീണ്ട ജൈത്രയാത്ര കേരള ചരിത്രമാണ്. ആ നാടിനെ പുതുപ്പള്ളിയെ ചങ്കിടിപ്പാക്കി അവിടെ ആത്മത്തിൽ ആഴത്തിൽ വേരോടിച്ച് കേരളം ഒന്നാകെ തിടം വെച്ച ശിഖരങ്ങളുമായ ഒരു മഹാവൃക്ഷത്തിന്റെ വളർച്ച കണ്ട രാഷ്ട്രീയ വർഷങ്ങളാണ്. ആയിരങ്ങളെ കരയിച്ച് ഉമ്മൻചാണ്ടി അന്ത്യയാത്രക്കൊരുങ്ങുന്ന ഈ സായാഹ്നത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയിൽ ആഞ്ഞു തുടിപ്പാണ്. വിശ്രമിച്ചാൽ ക്ഷീണിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ പല കാലങ്ങളിലെ ചാണ്ടിയോർമ്മകൾ. 2 തവണ മുഖ്യമന്ത്രിയായും പലയാവർത്തി വന്ന മന്ത്രിസ്ഥാനങ്ങളും 1 രൂപയ്ക്ക് 1 കിലോ അരിയും കയ്യൊപ്പ് ചാർത്തി അനേകമനേകം വികസനങ്ങൾക്കും അപ്പുറം ഉമ്മൻചാണ്ടി അടയാളപ്പെടുത്തപ്പെട്ടത് സങ്കോചങ്ങളില്ലാതെ ജനക്കൂട്ടത്തിനിടയിൽ നിന്നൊരു നേതാവ് എന്നു തന്നെയാണ്. 11 ലക്ഷം മനുഷ്യരെ നേരിട്ട് കണ്ടവരുടെ പ്രശ്നപരിഹാരം തേടിയ ജനസമ്പർക്ക യാത്ര പ്രഹസനമെന്ന് പറഞ്ഞവരോട് ഭരണ സംവിധാനങ്ങൾ കാലങ്ങളായി ചെയ്യുന്ന ചുവപ്പുനാട പാതകത്തിന് പ്രായശ്ചിത്തമായി ഭരണാധികാരി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങലാണെന്ന് ബോധ്യപ്പെടുത്തലായി സമാനതകളില്ലാത്ത ആ പോപ്പുലർ ദൗത്യം ജനകീയതയുടെ പരകോടിയിൽ നിൽക്കുമ്പോഴെത്തിയതാണ് കള്ളക്കഥകളുടെ പ്രവാഹം. കള്ളം പറഞ്ഞ് കല്ലെറിഞ്ഞവരോട്, നെറ്റി പൊട്ടിച്ചവരോട് സത്യങ്ങളെ മറയ്ക്കുന്ന കാർമേഘങ്ങൾക്ക് ആയുസ് അധികമില്ല എന്ന് മൗനമായി സ്ഥാപിച്ചപ്പോഴും കലുഷമായി പരുഷമായ ഒരു വാക്കുപോലും പറയാതെയാണ് ആ യാത്രയെങ്കിൽ അതൊരു പരിശുദ്ധ യാത്ര. അപ്പ ഹാസ് പാസ്ഡ് അവേ എന്ന ചാണ്ടിയുമ്മന്റെ അറിയിപ്പ് സത്യമാകരുതേ എന്ന് പ്രാർത്ഥിച്ചവരിലൂടെ ഈ ദിനം അത്രയും കണ്ട് ആർത്തലയ്ക്കുന്ന ജനപ്രവാഹത്തിലൂടെ കേരളം പറയുന്നു, പ്രിയപ്പെട്ട നേതാവേ, സ്നേഹരാഷ്ട്രീയത്തിന്റെ വക്താവേ, നാടുള്ളിടത്തോളം കാലം, പുതുപ്പള്ളി എന്നൊരു സ്ഥലനാമം ഉള്ളിടത്തോളം കാലം കേരളത്തിന് ഉമ്മൻചാണ്ടി അമരസ്മരണ. വിളക്കണഞ്ഞെങ്കിലും അണയാതെ നിൽപ്പാണ് ഇന്നാടിന്റെ രാഷ്ട്രീയത്തിന്, വരുംകാല രാഷ്ട്രീയത്തിന്, വിദ്വേഷ രാഷ്ട്രീയ കാലത്തൊരു വഴിവിളക്കായി ചാണ്ടിയോർമ്മയുടെ സ്നേഹജ്വാല. ആൾത്തിരക്കിലാട്ടിയോടിക്കാതെ, മതിലുകെട്ടാതെ, പാറാവുകാരില്ലാതെ ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിച്ച നേതാവേ, 100 പൂക്കൾ, സ്നേഹാദരങ്ങൾ.